നമസ്കാരം. വാൽപ്പാറയിലുണ്ടായ ട്രാവലർ അപകടം ജനങ്ങളുടെ മനസ്സിലും വണ്ടി ഓണേഴ്സിൻ്റെ മനസ്സിലും കൂടുതൽ അവബോധം സൃഷ്ടിക്കാൻ ഇടയായി എന്ന് തോന്നുന്നു കേട്ടോ. കാരണം സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു അപകടം നടന്ന് എന്ന് അന്വേഷിക്കുമ്പോഴും ഇതിനെക്കുറിച്ച് നമ്മുടെ കോലഞ്ചേരി കാരമോള പീടികയിൽ വർക്ക്ഷോപ്പ് നടന്ന ശ്രീ ബിജു ചേട്ടനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ കുര്യാക്കോസ് ചേട്ടനും എന്താണ് പറയാനുള്ളത് എന്നൊന്ന് നോക്കട്ടെ. ഞാനിന്ന് ജസ്റ്റ് അവരുടെ നിഗമനങ്ങൾ ഒന്ന് വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ മരിച്ച നമ്മളുടെ സഹോദരങ്ങൾക്ക് പ്രണാമം. വിജട, നമുക്ക് ഈ ഒരാഴ്ച മുമ്പ് വാൽപ്പാറയിൽ ഒരു ട്രാവലർ അപകടത്തിൽപ്പെട്ടു. അപ്പൊ ഈ ട്രാവലർ ഓടിക്കാൻ പോകുന്നവരോട് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്താണ് പറയാനുള്ളത്? അതിനെ കുറിച്ച് പറയൂ. ട്രാവലർ ഓടിക്കണമെന്ന് വെച്ചാൽ ട്രാവലറിന്റെ ബ്രേക്ക് സിസ്റ്റം തന്നെ ശരിയല്ല ശരിക്കും. അത് നമ്മള് കയറ്റം കയറി പോണ അതേ ഗിയർ തന്നെ താഴോട്ട് ഇറങ്ങി വരണം. പിന്നെ ചവിട്ടി പിടിച്ച് താഴോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ താഴെ വരുമ്പോഴത്തേക്കും ബ്രേക്ക് ഒട്ടും വിടില്ലാണ്ടായി പോകും. അതിന് ഇതുവരെ കമ്പനി ഒരു പരിഹാരം കണ്ടിട്ടില്ല ഒരു കാരണവശാലും. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ ചൂടാവുന്ന ഡ്രം തണുപ്പിച്ചിട്ട് വേണോ പിന്നെ ഓടിക്കാൻ, അങ്ങനെ എന്തെങ്കിലും? ബ്രേക്ക് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ വണ്ടി ചുമ്മാ വെറുതെ ഇട്ടേക്കുവാണെങ്കിൽ തന്നെ ബ്രേക്ക് ആയിക്കോളും. നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട. പക്ഷെ അത് അങ്ങനെ ആവണ കാരണം ആയിരിക്കും ഒരു പക്ഷേ കമ്പനി അതിനൊരു പരിഹാരം കാണാത്തത് എനിക്ക് തോന്നുന്നു. ഈ പരിചയ സമ്പന്നത അതൊരു പ്രശ്നം തന്നെയാണോ? പരിചയസമ്പന്ന ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു കാരണവശാലും ചവിട്ടി പിടിച്ചിറങ്ങി വരില്ല. അതേ ഗിയറിൽ തന്നെ വണ്ടി ഇറങ്ങി വരുള്ളൂ. ചവിട്ടി പിടിച്ച് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് ഉണ്ടാവില്ല വണ്ടിക്ക്. ചേട്ടാ, ഇത്രയും ടെക്നോളജി വളർന്ന ഈ കാലത്ത് ഈ ഫോഴ്സിന്റെ അല്ലെങ്കിൽ ട്രാവലറിന്റെ ബ്രേക്കിനെ കുറിച്ച് നേരത്തെ മുതലേ കുറെ കംപ്ലൈന്റ് കേൾക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇവരിത് ശരിയാക്കാത്ത? അല്ലെങ്കിൽ ഏത് ബ്രേക്ക് സിസ്റ്റം ആയിരിക്കും നല്ലത്? ബ്രേക്ക് സിസ്റ്റം ശരിക്കും പറഞ്ഞാൽ എയർ ബ്രേക്ക് സിസ്റ്റം വെക്കേണ്ട ഒരു കാലം കഴിഞ്ഞു ഈ വണ്ടിക്ക്. 26 സീറ്റ് വരെയുള്ള വണ്ടിയുണ്ട് ട്രാവലർ. അതിനൊക്കെ ഈ സിസ്റ്റം തന്നെ, അതിനൊക്കെ ഇത് തന്നെയാ, സെയിം സിസ്റ്റാ. ബാക്കിലും ഫ്രണ്ടും ബാക്കും ഡിസ്കാന്ന് മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകതയില്ല. ഹൈഡ്രോളിക് സിസ്റ്റം തന്നെയാ. അപ്പൊ ചവിട്ടി എന്തോ ഒരു 50 മീറ്റർ ചവിട്ടി പിടിച്ചിങ് ഇറങ്ങി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്ക് തരി ബ്രേക്ക് ഉണ്ടാവില്ല. പിന്നെ തന്നെ ബ്രേക്ക് ആവും ചൂടാറി കഴിയുമ്പോ. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഒരു സ്ഥിരം ഓടിക്കാത്ത ഒരാൾ വണ്ടി ഓടിച്ചു കഴിയുമ്പോ ഒട്ടും ബ്രേക്ക് ഇല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകടം ഉണ്ടാവില്ലേ? ഈ അർബാനിയുടെ സിസ്റ്റം തന്നെ ഹൈഡ്രോളിക് സിസ്റ്റം മാത്രമേ ഉള്ളൂ. അർബാനിക്ക് ഇത്രയും 35 ലക്ഷം രൂപയോളം മുടക്കുള്ള അർബാനിക്ക് ഈ സെയിം സിസ്റ്റം തന്നെ. അതിന് ABS ഉണ്ടെന്ന് മാത്രമല്ല, വേറെ പ്രത്യേകമൊന്നുമില്ല. എയർ ബ്രേക്ക് ഒന്നും ഇല്ല വണ്ടി. ഇപ്പൊ നമ്മുടെ ഈ തോന്നിക്ക് തന്നെ കോലഞ്ചേരി ഒരു 3-4 വണ്ടിയുടെ ട്രാവലറുടെ ഓണറാണ് കുര്യാക്കോസറിന് വർഷങ്ങളുടെ പരിചയ സമ്പന്നതയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. ചേട്ടാ, ഈ ട്രാവലർ നമ്മുടെ മെക്കാനിക് ബിജു പറഞ്ഞ പോലെ ഈ കയറ്റം കയറുന്ന ഗിയർ തന്നെ ഇറങ്ങി വരണം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളുണ്ടോ എന്നറിയാനാണ്. തീർച്ചയായിട്ടും തെളിവുകളുണ്ട്. കയറ്റം കയറുന്ന ഗിയർ തന്നെ വാഹനം ഇറങ്ങിയില്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കുത്തി മറിയാനാണ് സാധ്യത. ബ്രേക്ക് കിട്ടാറില്ല ഒരിക്കലും. അതുപോലെ ലൈനർ ചൂടായ നിർത്തിയിടുക, അരമണിക്കൂറോളം നിർത്തിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ആയിക്കോളും. ഇപ്പൊ ചേട്ടൻ എത്ര നാളായി ഈ വണ്ടി ഈ ട്രാവലർ ഓടിക്കുന്നു? ട്രാവലർ 2007 തൊട്ട് ഓടിക്കണം. 2007 മുതൽ അല്ലേ? ഇത്രയും കാലത്തിനിടയ്ക്ക് എന്തെങ്കിലും ഇതുപോലുള്ള സംഭവങ്ങൾ ചേട്ടൻ അനുഭവപ്പെടുന്നുണ്ടോ? ഞാൻ ഓടിക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ച് ഓടിക്കാറുണ്ട്. എന്റെ ഡ്രൈവർമാരെ മുമ്പ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു വിടാറുണ്ട്, ഏത് ഗിയറിലാണ് കയറ്റത്തിൽ പോകുന്നത് ആ ഗിയറിൽ തന്നെ ഇറങ്ങി പോകുന്നോളണം, സമയം നോക്കരുത് എന്ന് ഞാൻ പറയാറുണ്ട്. സമയം ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല, അതേ ഗിയറിൽ തന്നെ ഇറങ്ങണമെന്ന് ഞാൻ പറയാറുണ്ട്. അത്രയ്ക്ക് ഇത് വർഷങ്ങളായിട്ട് ഇത്രയ്ക്ക് റിസ്കിലാണ് ഈ ട്രാവലേഴ്സ് ഓടുന്നത്. ഈ ട്രാവലർ എന്ന് പറഞ്ഞ വണ്ടി വർഷങ്ങളായിട്ട് കേൾക്കുന്നുണ്ട്, ഫോഴ്സിന് ബ്രേക്ക് ഇല്ല, അല്ലെങ്കിൽ അന്ന് മുതലേ ഈ കേൾക്കുന്ന സംഭവം ഇപ്പോഴും ശരിയാക്കാതിരിക്കുന്ന കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാവണം എന്ന് താല്പര്യപ്പെടുന്നുണ്ടോ? പിന്നല്ലേ, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ഇതെന്ത് കമ്പനി ചെയ്യാത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വണ്ടി ഇറങ്ങുന്നുണ്ട് കമ്പനി. അവർക്ക് ഈ ചെലവിന് യാതൊരു കുറവില്ല. കാരണം നല്ലൊരു വണ്ടിയാണല്ലോ, അതുകൊണ്ട് നല്ല ഇതുണ്ട്, ഓട്ടമുണ്ട്. പക്ഷെ പിന്നെ വണ്ടി ചെലവാകും ചെയ്യുന്നുണ്ട്. പിന്നെ ഇവര് ആവശ്യമില്ല, ജനങ്ങൾ അനുഭവിച്ചോട്ടെ എന്ന ചിന്തയിലായിരിക്കും കമ്പനി മുന്നോട്ട് പോകുന്നത്. പക്ഷെ നിങ്ങൾ ഈ ഡ്രൈവേഴ്സ് അല്ലാണ്ട് കൂടി ഇവർക്ക് ഒരു അപേക്ഷ കൊടുക്കും, അല്ലെങ്കിൽ ഇവരോട് ക്ലാസ് ചെയ്യാൻ പറയും, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഇതിനു മുമ്പ് കമ്പനിയോട് വല്ല ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഞങ്ങൾ ആവശ്യപ്പെടാറുമില്ല, ഞങ്ങളായിട്ട് അവരൊന്നും അറിയിക്കാറുമില്ല. ഒരു വണ്ടി മേടിക്കുന്നു പോരുന്നു. ഒരു സർവീസിന് എന്നാൽ തന്നെ നല്ലൊരു സേവനം ഇവരിന്ന് കിട്ടാറുമില്ല. കറക്റ്റ്.
സർവീസും വളരെ വളരെ മോശമാണ്. ഈ ഇവിടെ കാക്കനാടാണെങ്കിലും സർവീസ് 100% മോശം. അവിടെ correct ചെന്ന് ആയിരുന്നു. കഴിഞ്ഞാൽ നമുക്ക് അവിടെ അകത്തേക്കും കയറ്റൂലൊന്നുമില്ല. എന്റെ വണ്ടിയുടെ 4 വീലിന്റെ നെറ്റ് മുറുക്കാതെ വിട്ടിട്ടുണ്ട് സർവീസ് സെന്ററിൽ നിന്ന്. ഞാൻ വീട്ടിൽ വന്നിട്ട് രാവിലെ നോക്കിയപ്പോ 4 വീലിലും ബോൾട്ട് നെറ്റില്ല. 4 വീലും നെട്ടില്ല ഇല്ല. എന്റെ അനുഭവത്തിൽ നിന്ന് പറയണത്. പറയണല്ലേ.